This call is now being recorded. Okay, start ചെയ്യാം. Good afternoon, teacher. Good afternoon. പേരൊക്കെ വരണുള്ളൂ എന്ന് തോന്നുന്നു. ഓൺ ദ വേയിലാണ്. 70 ആളുകളായിട്ടുള്ളൂ. ഐ തിങ്ക് 80 സംതിങ് ആളുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ഹോംവർക്ക് ആയിട്ട് അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു ക്വസ്റ്റ്യൻസ്? 5 ക്വസ്റ്റ്യന് ബാക്കി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 5 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഏതൊക്കെ ക്വസ്റ്റ്യനാ? ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് പറയോ, അല്ലെങ്കിൽ ഇനി വായിക്കാനുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറയോ? ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണോ? അച്ഛന്റെ വയസ്സ്, മകന്റെ വയസ്സിന്റെ? അതെ 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 അതെ. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർന്നതാണ്. ഇപ്പോൾ അച്ഛന്റെ വയസ്സ് 44 ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് എത്ര എന്നാണ് കേട്ടാ. അച്ഛന്റെ വയസ്സും മകന്റെ വയസ്സും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഓൾജിബ്ര ഫോമിൽ നമ്മൾ ആക്കിയതിന് ശേഷം ബീജഗണിത രൂപത്തിലാക്കിയിട്ടാണ് അതിന്റെ ഉത്തരം. കിട്ടിയോ? ആൻസർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. 13, 14, 20, 21 ഇതിലേതാ ആൻസർ? ഒന്നുമില്ല, ഇതിലൊന്നുമില്ല ആൻസർ. 20. ഇതാരും ഇണ്ടാത്തെ? ഒരാൾ മാത്രം പറയുള്ളൂല. 20 ആൻസർ. മകന്റെ പ്രായം 7 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായം ഉണ്ടോ ചോദിച്ചാണേ. മകന്റെ പ്രായം കിട്ടിയത് കൊണ്ട് മാത്രം അതവിടെ തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് മകന്റെ പ്രായം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാ? 13. അപ്പൊ നമ്മള് 13 ആൻസർ കാണുമ്പോ തന്നെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 13 ഉണ്ട്. 13, 14, 20, 21 എന്നാണ് കിടക്കണേ. അപ്പൊ തന്നെ നമ്മൾ 13 ഉത്തരം കിട്ടുമ്പോ തന്നെ നമ്മൾ വേഗം തന്നെ അത് ഓപ്ഷനിൽ കണ്ട് വേഗം ടിക്ക് ചെയ്യും. അതല്ല ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ 7 years 7 വർഷങ്ങൾക്ക് ശേഷം വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് സൺ? സണ്ണിന്റെ ഏജ് എത്രയായിരിക്കും എന്നാണ്. അപ്പൊ കിട്ടിയ 13ന്റെ ഒപ്പം ഒരു 7 വർഷം കൂടി കൂട്ടണം. അപ്പൊ 20 ആണ് കിട്ടുക. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ടീച്ചർ കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തില്ലേ ഇങ്ങനെ ഓൾജിബ്ര ഉപയോഗിച്ച് ബീജഗണിത രൂപത്തില് സമവാക്യം പോലെ അത് പെട്ടെന്ന് അത് ഉണ്ടാക്കാനൊക്കെ അറിയണം നമുക്ക്. അത് ഇങ്ങനെ സെന്റൻസ് വായിച്ചിട്ട് ആ സെന്റൻസിനെ ഒരു വാചകമായിട്ടായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരാം. അത് നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ സെന്റൻസ് ആക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് വിളിക്കുക. അപ്പൊ മാത്തമാറ്റിക്കൽ സെന്റൻസിലേക്ക് അതിനെ മാറ്റുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാം. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ മകന്റെ വയസ്സാണ് ഒന്നും തന്നെ പറയാത്തത്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനോട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ സൺസ് ഏജ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മകന് എത്ര പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മകന്റെ പ്രായത്തിനെ ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് അച്ഛന്റെ പ്രായത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മകന്റെ പ്രായം തരാത്തോണ്ട് ഞാൻ അവിടെ എക്സ് എന്ന് കൊടുത്തു. മകന്റെ പ്രായം എക്സ് ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ 3 മടങ്ങിനോട് ദാറ്റ് മീൻസ് 3x. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 into x എന്നാണ്. ഏത് സംഖ്യയുടെയും മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യുക എന്നാണ്, മൾട്ടിപ്ലൈ ചെയ്യുക, പ്രൊഡക്റ്റ് കാണുക. 4ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 into 2. എക്സിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 into x 4x. എക്സിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 into x 3x. അതിനോട് 5 ചേർന്നതാണെന്ന്. അപ്പൊ +5 വയസ്സ് കൂടി ചേർന്നതാണ് അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം. ഇപ്പോ അച്ഛന്റെ പ്രായം കൂടി അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പ്രായം 44 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം കൂട്ടി കഴിയുമ്പോ 44 ആയ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം കിട്ടും. നമുക്ക് ഇത് അങ്ങോട്ട് സോൾവ് ചെയ്യാം. 3x അവിടെ തന്നെ നിർത്താം. +44ന്റെ അടുത്തേക്ക് +5 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താകും? -5.
മൈനസ് 5 3x സമം 44ന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 39. 5 പോയാ 39. 39 ആണ്. Therefore x equal to, ഇനി അവിടെ x മാത്രം ആക്കണം, x ആണ് കണ്ടുപിടിക്കണം. അപ്പൊ 3നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 39 ഹരണം 3, 39/3. 39നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 13. ഏജ് ഓഫ് സൺ നൗ പ്രസന്റ്. ഇപ്പൊ മകന്റെ പ്രായം x എന്നാണ്. ആ x എന്ന് പറയുന്ന പ്രായമാണ് നമുക്ക് കിട്ടിയത് 13. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ, അതായത് സണ്ണിന്റെ പ്രായം 7 വയസ്സ് കൂടി കൂട്ടുമ്പോ, അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോ 7 വയസ്സ് നമുക്ക് കൂടും അല്ലെ, 7 വർഷം കഴിയുമ്പോ. അപ്പൊ 7 കൂടി കൂട്ടിയിട്ട് ഉള്ള, അല്ലെങ്കിൽ 7 വർഷത്തിന് ശേഷമുള്ള പ്രായമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 13 + 7, 13 + 7 എത്രയാണ്? 20. കിട്ടിയോ? സംശയം ചോദിച്ച ആൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രവി, റഹിം, ജോൺ എന്നിവർക്ക് 4500 രൂപയുടെ 2 ഭാഗം 6 ഭാഗം 4 ഭാഗം കിട്ടുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചത്. അതായത് 4500 രൂപ ഉണ്ട് അവരുടെ കയ്യില്, 4500 റുപ്പീസ് ഉണ്ട്. രവി, റഹിം, ജോൺ. രവി ആൻഡ് റഹിം, ജോൺ എന്നിങ്ങനെ 3 പേരാണ്. ഇവർക്ക് 3 പേർക്കും ഇടയില് ഈ സംഖ്യയെ, അതായത് 4500നെ അവർ വീതിച്ചിരിക്കുന്നത് ഏത് റേഷ്യോല? 2 ഭാഗം 6 ഭാഗം 4 ഭാഗം അല്ലെ, 2 ഭാഗം 6 ഭാഗം പിന്നെ 4 ഭാഗം. ഇങ്ങനെയാണ് അവര് വീതിച്ചേക്കണത്. ആൻഡ് 4ാമത്തെ ഇതൊക്കെ ആൻസർ ഇല്ല അല്ലെ. മിനിമൽ ടേൺ ഓവർ. അപ്പൊ ഈ റേഷ്യോയിലാണ് വീതിച്ചിരിക്കുന്നത്. 2:6:4. ഇതിന് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. 2ന്റെ ടേബിളിൽ ഇതെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 1:3:2. ഇതായി ആക്കിയാലും ആക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഒരു അംശബന്ധമൊക്കെ ഇങ്ങനെ തരുമ്പോ 2 ഭാഗം 6 ഭാഗം 4 ഭാഗം അങ്ങനെയാണ് ഇവർ ഈ 4500നെ ഭാഗിച്ചെടുത്തേക്കണേ. അതിന് നമ്മൾ ഒന്നും കൂടി ചെറുതാക്കിയ 1:3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടും. ഇനി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ആരുടെ ഭാഗം കണ്ടുപിടിക്കാനാ? ആരുടെ ഷെയർ കണ്ടുപിടിക്കണ്ടേ? ജോണിന്റെ ആണ്. ജോണിന്റെ കണ്ടുപിടിക്കണം. അപ്പൊ ജോണിന്റെ ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ജോണിന്റെ എത്രയാണ് ഭാഗം? 2 ഭാഗം 4500ൽ ജോണിന്റെ ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1:3:2 അല്ലേ. അപ്പൊ 2 പങ്കാണ്. 2 ഭാഗം മൊത്തത്തിൽ എത്ര ഭാഗം ഉണ്ട് അതൊക്കെ? 1:3:2. അതിന്റെ ടോട്ടലാണ് ആകെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണത്? 6 അല്ലെ. അതായത് 6ൽ 2 ഭാഗമാണ് ജോണിന് കിട്ടുന്നത്. 6ൽ 3 ഭാഗം റഹിമിന് കിട്ടും. 6ൽ 1 ഭാഗമാണ് നമ്മുടെ ആദ്യത്തെ ആളായ രവിക്ക് കിട്ടുക. അപ്പൊ ആ റേഷ്യോ, ആ ഒരു അംശബന്ധത്തിൽ കിട്ടിയ തുകയെ വിധിച്ചാൽ മതി. അപ്പൊ ജോണിന് കിട്ടിയത് 6നെ നമുക്കൊന്ന് വെട്ടിച്ചെറുത്താക്കാം. 3 കൊണ്ട് പോകും. 3 പ്രാവശ്യമാണ് 2 6ൽ പോകുക. വീണ്ടും 3നെ നമുക്ക് 45 കൊണ്ട് ടേബിളിൽ കറക്റ്റ് ആയിട്ട് പോകും. 15 ടൈംസ് 15 × 3 ആണ് 45. എന്നിട്ട് 2 0 നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കി ആ 2 0 കൊണ്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. ജോണിന്റെ ഭാഗം എത്രയാണ്? ജോണിന് എത്ര കിട്ടും? 1500 ആണോ കിട്ടിയേക്കണേ നിങ്ങൾക്ക് ആൻസർ ആയിട്ട്? 1500 രൂപ ജോണിനാ കിട്ടിയേക്കണേ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് റഹിമിന്റെ ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് റഹിമിന് എത്ര ഭാഗം കിട്ടുന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3/6 അല്ലെ. 4500 × 3/6 ചെയ്യണം. 4500 × 3/6 ചെയ്യണം. ആരുടെയാണോ ചെയ്യണേ ആളുടെ നേരെ കിടക്കുന്ന റേഷ്യോ, ആ പേര് പറഞ്ഞിരിക്കുന്ന ഓർഡറിലായിരിക്കും നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതുക. റേഷ്യോ തിരിച്ചു മറിച്ച് എഴുതാൻ പാടില്ല. എന്ത് ഓർഡറിൽ, പേര് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും, എന്തെങ്കിലും ഒരു കാര്യത്തെ ഡിനോട്ട് ചെയ്യുന്ന റേഷ്യോ തരുന്നുണ്ടെങ്കിൽ ആ എന്ത് ക്രമത്തിലാണോ ആ പർട്ടിക്കുലർ കാര്യം തന്നേക്കണേ ആ ക്രമത്തിൽ തന്നെ വേണം നമ്മുടെ സംഖ്യയും അറേഞ്ച് ചെയ്യാൻ. ഡിഫറെന്റ് സംഖ്യകൾ പാടില്ല. മനസ്സിലായി? ഇപ്പൊ രവി, റഹീം, ജോൺ എന്നാ കൊടുത്തേക്കണേ. നമ്മൾ 1:3:2 എന്നാക്കി. അപ്പൊ നമുക്ക് തോന്നിയ രീതിയിൽ എല്ലാവരുടെയും പേരുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരുടെയെങ്കിലും പേരെടുക്കാൻ പറ്റുമോ? ആ ക്രമം, റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്രമത്തിൽ തന്നെ നമ്മൾ സംഖ്യയും എടുക്കണം എന്നുള്ളതാണ്. അത് ഓർത്തിരിക്കണം. ചിലപ്പോ അത് ആരെങ്കിലും വിട്ടുപോയാലോ. അടുത്ത രാഹുൽ 2500 രൂപയ്ക്ക് പഴയ ഒരു TV വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റു. രാഹുലിന് എത്ര ശതമാനം ലാഭം കിട്ടി എന്നാണ്? 5%, 10%, 8% and 12%.
10%. അതെ. ടി വി അയാൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാ? 10% കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയാ? കിട്ടിയില്ല. 2500 രൂപയ്ക്കാണ് ഈ സാധനം അയാൾ വാങ്ങിച്ചത്. കോസ്റ്റ് പ്രൈസ്, ദാറ്റ് മീൻസ് വാങ്ങിയ വില 2500 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിന്റെ കൂടെ 1000 രൂപ കൂടി ചെലവാക്കി പുള്ളിക്കാരൻ. അത് എത്ര രൂപയ്ക്ക്? അപ്പൊ 1000 രൂപ കൂടി ചെലവാക്കുമ്പോ എത്ര രൂപയായി? 3500 രൂപയായി. ശരിക്കും ഇപ്പൊ ആ സാധനത്തിന്റെ വില 3500 രൂപ. കാരണം 2500 രൂപയ്ക്ക് വാങ്ങിച്ചുള്ളൂങ്കിൽ അതിന്റെ എന്തൊക്കെയോ കേടുപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപ കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടി വി ഈസ് 3500. 3500 രൂപയാണ് ശരിക്കും അതിന്റെ വില. ഇനി പുള്ളിക്കാരൻ കേടുപാടൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഇത് വിറ്റു. സെല്ലിംഗ് പ്രൈസ് എത്രയാ തന്നേക്കണേ? 3850. 3850 രൂപ അല്ലെ? 3850 രൂപ. ഈ 3850 രൂപയ്ക്ക് വിറ്റപ്പോ അയാൾ വിറ്റത് ലാഭത്തിനാണോ നഷ്ടത്തിനാണോ? നമുക്ക് നോക്കിയേ. കോസ്റ്റ് പ്രൈസ്, അതായത് നമ്മൾ വാങ്ങിച്ചത് മൊത്തത്തിൽ ചിലവായേക്കുന്നത് 3500. സെല്ലിംഗ് പ്രൈസ്, അതായത് വിറ്റ വില എന്ന് പറയുന്നത് 3850. സോ ഈസ് ഇറ്റ് എ പ്രോഫിറ്റ് ഓർ ലോസ്? അയാളുടെ വിൽപ്പന കച്ചവടം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? പ്രോഫിറ്റ് ആണ്. നഷ്ടമല്ല. എന്തുകൊണ്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു? അല്ല, എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? വിറ്റ വിലയാണ് കൂടുതൽ അല്ലെ? സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ. നമ്മളിപ്പോ ഒരു സാധനം 10 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, ഞാനത് വേറൊരാൾക്ക് 12 രൂപയ്ക്ക് കൊടുക്കുന്നു. സോ അത് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുക. നമ്മൾ വാങ്ങിച്ച വിലയിനേക്കാളും നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശ് കൂടുതലാണെങ്കിൽ അതിനെ ആ ഒരു പ്രത്യേക അവസ്ഥയെ നമ്മൾ പറയും അത് പ്രോഫിറ്റിനാണ് വിറ്റത് എന്ന് പറയും. സോ അയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി നമ്മൾ നോക്കണം. സോ പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഇക്വേഷൻ ഉണ്ട്. SP മൈനസ് CP അല്ലെ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ 3850 നിന്ന് 3500 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 350 പ്രോഫിറ്റ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കണം അല്ലെ? പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് കാണേണ്ടത്. എത്ര ശതമാനം വിലക്കാണ് ലാഭം കിട്ടാൻ വേണ്ടി അയാൾ വിറ്റേക്കണേ എന്നാണ് ചോദ്യം. അപ്പൊ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആ കാണണ്ടേ? പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പെർസെന്റേജ് കാണാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലെ? ലോസ് ആണെങ്കിൽ ലോസിന്റെ പെർസെന്റേജ് ആണെങ്കിലോ? ലോസിന്റെ പെർസെന്റേജ് ആണെങ്കിൽ ഇല്ലാത്തുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പ്രോഫിറ്റിന്റെ ലാഭശതമാനമാണ് കാണേണ്ടതെങ്കിൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, P ബൈ CP ഇൻറ്റു 100. നഷ്ടത്തിന്റെ ശതമാനമാണ് കാണേണ്ടതെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, ലോസ് ബൈ CP ഇൻറ്റു 100. ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ അറിയില്ലാത്ത ആരെങ്കിലും ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. പഠിച്ച് ചില പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പൊ തന്നെ അങ്ങനെ എഴുതി വെക്കാം. അപ്പൊ ഇവിടെ ലാഭശതമാനമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കിട്ടിയത് 350 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. 3500 രൂപയ്ക്കാണ് അത് വാങ്ങിച്ചത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3500 ആണ്. ഇൻറ്റു 100 പെർസെന്റേജിലേക്ക് ആക്കാൻ, ശതമാനത്തിലേക്ക് ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. ഭിന്നസംഖ്യകളെ ആയിക്കോട്ടെ, ദശാംശ സംഖ്യകളെ, ഡെസിമൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, അവയെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 100. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 0 വെട്ടിക്കളയാം. 2 0 ഇവിടുന്ന് വെട്ടി. അടിയിലും മുകളിലുമായിട്ട് വെട്ടാൻ പാടുള്ളൂ, നേരെ വെട്ടാൻ പാടില്ല. ഇനി 35 ഒരു പ്രാവശ്യം പോകും. ഈ ഒരു ലാസ്റ്റ് കിടക്കുന്ന ഒരു 1 മാത്രം നമ്മൾ 0 ഉപയോഗിച്ചിട്ടില്ല. 0 മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു രണ്ടക്ക സംഖ്യകളുടെ തുക 9. അക്കങ്ങൾ തല തിരിച്ചെഴുതിയപ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ ഏതാന്നാ ചോദിച്ചത്? 45, 27, 63, 36. 63. ആദ്യത്തെ സംഖ്യ ഏതാന്നാ ചോദിച്ചേക്കണേ കേട്ടാ. 63. തിരിച്ചെഴുതിയ സംഖ്യയല്ല, ആദ്യത്തെ സംഖ്യ. ഓക്കെ. അപ്പൊ നോക്കിയേ, രണ്ടക്ക സംഖ്യയാണ്. രണ്ടക്കങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, രണ്ടക്കവും നമുക്ക് തന്നിട്ടില്ല. രണ്ടക്കം കൂട്ടിയാൽ 9 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് രണ്ടക്കങ്ങളെ നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ട് എക്സും വൈ ആയിട്ട് കൊടുക്കാം. എക്സും വൈ ആയിട്ട് കൊടുക്കും. രണ്ടും കൂട്ടി കഴിയുമ്പോ 9 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാണ് ഇതിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ആദ്യം കിടന്ന അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട്, ഇത്രേ ഉള്ളൂ. അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്ന് വെച്ചാൽ
വൈന്റെ സ്ഥാനത്ത് എക്സും എക്സിന്റെ സ്ഥാനത്ത് വൈയും ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ എന്ത് പറ്റിയെന്നാ പറഞ്ഞേക്കണേ? എന്താ കിട്ടിയേക്കണത്? പുതിയ സംഖ്യ ആദ്യത്തെ സംഖ്യയിലേക്കാൾ, ആദ്യം അത് കൂട്ടിയപ്പോ എത്ര കിട്ടിയ? 9 അല്ലെ? അതിനേക്കാൾ ഒരു 27 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു 27 കൂടുതൽ കിട്ടി. സ്ക്രീനിൽ വന്നില്ലല്ലോ. അപ്പൊ 9 + 27 എന്നല്ലേ? 9 + 27. അപ്പൊ എത്ര കിട്ടി? 9 + 27 y + x എന്ന് പറയുന്നത് 36. നമ്മളോട് ആദ്യത്തെ സംഖ്യ ഏതാന്നാ ചോദിച്ചത്? 36 ആണോ അപ്പൊ എഴുതണ്ടേ? അല്ല, 36 നമുക്ക് കിട്ടിയേക്കണേ. അപ്പൊ ശരിക്കുള്ള സംഖ്യ ഏതായിരുന്നു? 63. ഇതാണ് സംഖ്യ 63 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയ ഉത്തരം ശരിയാണ്, പക്ഷെ അത് നമ്മളോട് ചോദിച്ചത് ആ സംഖ്യയാണ്, മറിച്ചിട്ടപ്പോൾ ഉണ്ടായിരുന്ന സംഖ്യ അല്ല ചോദിച്ചത്, റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള സംഖ്യയാണ് 63. ഓക്കെ, അടുത്തത് ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏതെങ്ങനെ വന്നെന്ന്? 63 എങ്ങനെയാ വന്നേ? 36നെ തിരിച്ചിട്ടു, ഓക്കെ, ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. ക്ലിയർ ആയോ? ഓക്കെ. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാ പറഞ്ഞേക്കണേ. 4, 18, 48 -180. ഓക്കെ, ഈ ഡാഷിലുള്ള സംഖ്യയാണ് 100 ആണ്. 100. ഡാഷിൽ വരുന്നത് 100 ആണെന്നാണ് ചിലര് പറയണേ. എല്ലാവർക്കും അത് തന്നെയാണോ? നോക്കിയേ, എന്താണ് അതിന്റെ ആ ഒരു എന്താ പറയാ, ശ്രേണി ഉണ്ടാക്കിയ ഫോം ചെയ്തേക്കണതിന്റെ ഒരു പ്രത്യേകത എന്താ? 2ന്റെ സ്ക്വയർ × 1, പിന്നെ അടുത്തത് 3ന്റെ സ്ക്വയർ × 2. അതായത് കോൺസിക്യൂട്ടീവ് 2ന്റെ സ്ക്വയർ ചെയ്തു × 1. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4. 4 × 1 4ലേക്ക് എത്തി. ഓക്കെ, അടുത്തത് 3ന്റെ സ്ക്വയർ × 2 ആണ്. നമുക്ക് ചെയ്തു നോക്കാം. 3ന്റെ സ്ക്വയർ 9 ആണ്. 9 × 2 18. ക്ലിയർ ആണ്. ഓക്കെ, അവിടെ വരെ ശരിയാണ്. അടുത്തത് നമുക്ക് അതേ പാറ്റേണിൽ നോക്കാം. അങ്ങനെയാണെങ്കിൽ 4ന്റെ സ്ക്വയർ × 3. 4ന്റെ സ്ക്വയർ 16. 16. 16 × 3 48. അതും ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 സ്ക്വയർ × 5ന്റെ സ്ക്വയർ × 4 വരണം. 5ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 25. 25 × 4 എത്രയാ? 100. കറക്റ്റ് ആണല്ലോ അപ്പൊ അല്ലെ? 100. അവിടെ വിട്ടുപോയിരിക്കുന്ന സംഖ്യ 100 ആണ്. ഓപ്ഷൻസ് വേറെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ 100 ആണ്. അടുത്തത് നിങ്ങൾക്ക് ശരിയാണോ എന്നറിയാൻ അടുത്തത് കൂടി വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരേണ്ടത് ഏതാ? 6 സ്ക്വയർ × 5. അതുകൂടി നോക്കിയേ, പാറ്റേൺ ക്ലിയർ ആണോ എന്ന് നോക്കാം നമുക്ക്. 6 സ്ക്വയർ, 6ന്റെ സ്ക്വയർ എത്രയാ? 36. 36. 36 × 5 180. 180 ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് തന്നിരുന്ന ഹോംവർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ തീർക്കാതെ വിട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടാ. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടായിരുന്നു ബാക്കി. അപ്പൊ അതാണ് ഇന്ന് നിങ്ങൾക്ക് തന്നേക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓഡ് 1 ഔട്ട് ആണ്. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാനാണ്. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാൻ ഓപ്ഷൻസ് തന്നെ വേണമായിരുന്നു. അത് തന്നോന്ന് എനിക്കറിയില്ല. 36, 125, 100, 9. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നോ? തന്നിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഇതിനകത്ത് ഏതാ? 125 ആണ്. എന്തേ കാരണം? ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഏതോ സംഖ്യകളുടെ സ്ക്വയർ ആണ് അല്ലെ? എന്താണ് 6 എന്ന് പറയുന്നത്? സോറി, 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ് അല്ലെ? 10ന്റെ സ്ക്വയർ ആണ് 100 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 125 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണോ? അല്ല, 5ന്റെ ക്യൂബ് ആണ് 125. 5 × 5 25 വരെയുള്ള സ്ക്വയർ ചെയ്താൽ 25 വരുള്ളൂ. പക്ഷെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ക്യൂബ് കിട്ടും. അതായത് 125 ഉണ്ട്. അടുത്തത് 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പൊ നോക്കാം, ഇത് മാത്രം ക്യൂബ് ആണ്, ബാക്കി എല്ലാം തന്നെ സ്ക്വയേഴ്സ് ആണ്. സോ അതിനകത്ത് ഓഡ് 1 കൂട്ടത്തിൽ പെടാത്തത് 5 ക്യൂബ് ആയിട്ടുള്ള 125 ആണ് പെടാത്ത കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 13.01 പ്ലസ് 14.032 മൈനസ് 10.43. ആൻസർ വേഗം പറഞ്ഞേ.
16.612. 16.612. 16.612. 16.612. 16.612. അതന്നെയാണോ എല്ലാവർക്കും കിട്ടിയ? എല്ലാവർക്കും തന്നെയാണ്. വ്യത്യസ്തമായ ആൻസർ ഒന്നുമില്ലല്ലോ, സംശയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല, വിടാണ്. സംശയം ഉണ്ടെങ്കിൽ പറയണോട്ടാ. ഇല്ലല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല പറയാ. ഇന്നത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല? ഇല്ല, കിട്ടിയിട്ടില്ല. സാധാരണ കിട്ടണതാണ്, ഇന്ന് കിട്ടിയിട്ടില്ല. അതെന്താ ഇത് പറ്റിപ്പോയേ? ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല എന്നാണോ? കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറ്റി? എനിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. സാധാരണ കിട്ടാറില്ലാണ്, ഇന്ന് കിട്ടിയിട്ടില്ല. എന്താ ഇത് വേറെ എവിടെയെങ്കിലും ആണോ നോക്കിയത്? സാധാ ഇടുന്നവിടെ തന്നെയല്ലേ ഇടുള്ളൂ ക്വസ്റ്റ്യൻസ് അതെ, ഒക്കെ. സാധാരണ അല്ലാണ് നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. എനിക്ക് സാധാരണ കിട്ടുമായിരുന്നു, പക്ഷെ ഇന്ന് കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക്. ഇന്നലെ ഇട്ടിക്കണ മാം. ഇന്നലെയാണോ ഇട്ടെ? ഇന്നലെ ഇട്ടിക്കണേ. അല്ല ഇന്നല്ല. ഇന്നലെയാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കണേ. പക്ഷെ കിട്ടിയിട്ടില്ല. സാധാരണ നോക്കാറുണ്ട്, ഇപ്പൊ കിട്ടാറുള്ളതാണ്. ഇന്ന് എന്താന്ന് അറിയില്ല. തൽക്കാലം ഒന്ന് നോട്ട് ചെയ്യാട്ടോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. അങ്ങനെ കിട്ടാത്തവർക്ക് വേഗം ഞാൻ എന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ വേഗം ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചെടുക്കാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിസ്റ്റൻസ്, ദൂരം എന്ന് തന്നിട്ടുണ്ട്. ഒരു സെമിക്കോളൻ ഇട്ടിട്ട് കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദൂരം കിലോമീറ്റർ. ഇനി അടുത്തത് 2 കുത്തിട്ടിട്ട് നമുക്ക് തന്നിരിക്കുന്നത് കോൺ. അങ്ങനെയാണെങ്കിൽ കോൺ ഡാഷ്. ചാപം ഡിഗ്രി, ത്രികോണം പ്രൊട്രാക്ടർ, ആർക്ക് ഡിഗ്രി. പ്രൊട്രാക്ടർ. അതെന്താ നിങ്ങൾ ഡിഗ്രി എടുത്തത് സെലക്ട് ചെയ്തേ? ദൂരം ഡിഗ്രി. ദൂരം നമ്മൾ പറയുന്ന യൂണിറ്റ്, ദൂരത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് തന്നിട്ടുണ്ട്. മീറ്ററിലും ആകാട്ടോ, പക്ഷെ ഇവിടെ ഓൾറെഡി കിലോമീറ്ററിലാണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ കോൺ, ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രിയിലാണ്. 45 ഡിഗ്രി, 60 ഡിഗ്രി, 52 ഡിഗ്രി, 16 ഡിഗ്രി എന്നൊക്കെ ഡിഗ്രി മെഷർമെന്റിലാണ് നമ്മൾ കോണിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഡിഗ്രിയാണ് ആൻസർ. അടുത്ത സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാനാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. 7, 11, 19, 31, 47 ഡാഷ്. 67. അടുത്ത 67. അടുത്ത സംഖ്യ സംഖ്യ കണ്ടുപിടിക്കാം. എങ്ങനെയാ നോക്കിയാ ഇതിന്റെ പാറ്റേണിലേക്ക് നോക്കാം. ഇത് എറ കൂട്ടിയേക്കണ 4 കൂട്ടിയേക്കണേന്ന് മനസ്സിലായി അല്ലെ? ഇവിടെയോ അടുത്തതിലേക്കോ 8 കൂട്ടിയിട്ടുണ്ട് മനസ്സിലായി. അടുത്തത് 31ലേക്ക് 12 കൂട്ടിയിട്ടാണ് 31 കിട്ടിയേക്കണേ. അപ്പൊ നോക്കിയാൽ ആ ഒരു പാറ്റേണിൽ നോക്കിയാൽ നമുക്ക് കാണാം 4, 8, 12. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കാണാം അത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് ആഡ് ചെയ്ത് പോയേക്കണേ അല്ലെ? 4ന്റെ ഗുണിതങ്ങളല്ലേ ആഡ് ചെയ്ത് പോയേക്കണേ. 1x4 4, 2x4 8, 3x4 12. അടുത്തത് അപ്പൊ എത്രയാകണം? 16 കൂട്ടണം. 16. ഓക്കെ, 31ന്റെ കൂടെ 16 കൂട്ടിയിട്ടാണ് 47ലേക്ക് എത്തിയേക്കണേ. 16 കൂട്ടി 47. അടുത്തതോ 20 കൂട്ടി 60 കൂട്ടണം. 20. അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 20 ആണ്. 20 ആണ് 47ന്റെ കൂടെ കൂട്ടേണ്ടത്. അപ്പൊ 47ന്റെ കൂടെ 20 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിട്ടുപോയിരിക്കുന്ന സംഖ്യ കിട്ടും. അതാണ് എത്ര? 67. പാറ്റേണിലേക്ക് നോക്കി പാറ്റേൺ അനുസരിച്ച് എഴുതും. 67. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സരളയുടെ റാങ്ക് മുകളിൽ നിന്നും 9ഉം താഴെ നിന്നും 38ഉം ആയാൽ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? സരളയുടെ റാങ്ക് മുകളിൽ നിന്നും 9ഉം. ക്വസ്റ്റ്യൻ ഇല്ലാത്തവര് ജസ്റ്റ് വെറുതെ റഫായിട്ട് പെട്ടെന്നൊന്ന് എഴുതിയെടുക്കാം. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9, താഴെ നിന്ന് 38.
എങ്കിൽ എത്ര കുട്ടികളുണ്ട്? Sarala's position in the class is 9th from the front and 38 from the end. Then what is the total number of students? 46. Okay, 46. എങ്ങനെ കിട്ടി? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് അതെ, നമുക്ക് തന്നിരിക്കുന്ന മുൻപിൽ നിന്ന് അതായത് ടോട്ടൽ കാണാൻ ആകെ എത്ര കുട്ടികൾ ഒരു വരിയിലോ നിരയിലോ ഒക്കെയുള്ള ആളുകളുടെ ആകെ എണ്ണം കാണാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. m + n - 1 എന്ന് പറയുന്നത്. m എന്ന് പറയുന്നത് മുന്നിൽ നിന്നുള്ള സ്ഥാനം, n എന്ന് പറയുന്നത് പുറകിൽ നിന്നുള്ള സ്ഥാനം. രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്നുള്ള സ്ഥാനങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡിഫറെന്റ് പൊസിഷനിൽ നിന്നുള്ള സ്ഥാനങ്ങൾ ഒന്ന് 9ഉം മറ്റൊന്ന് 38ഉം ആണ്. 38 9 കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ദാറ്റ് മീൻസ് 47ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് ആൻസർ വരിക? 46 അല്ലെ? 46 ആളുകളാണ് ആ ഗ്രൂപ്പിലുള്ളത്. അവര് കുട്ടികൾ ആണെങ്കിലോ ആരാണെങ്കിലും 46 പേരുണ്ട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? രണ്ട് സംഖ്യകളുടെ ലസാഗു 77. ലസാഗു LCM of two numbers 7700. 7700 ആണ് LCM. HCF എന്ന് പറയുന്നത് 11. ഉസാഖ 11. One number, ഒരു നമ്പർ x എന്ന് പറയുന്ന ഒരു നമ്പർ 275. Then what is the other number? മറ്റേ സംഖ്യ എത്ര? രണ്ട് സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് 7700. അവയുടെ ഉസാഖ HCF എന്ന് പറയുന്നത് 11. ഒരു സംഖ്യയും തന്നിട്ടുണ്ട് 275. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? മറ്റൊരു സംഖ്യ ഉണ്ട്, അതേതാന്നാണ് ചോദ്യം. മ്യൂട്ട് ആക്കാൻ പറയാവോ? ആരാ മ്യൂട്ട് ചെയ്യാത്താരാ? ആരാത്? Is that അതാരാ? ചതുർമുഖിയോ അങ്ങനെ എന്തെങ്കിലും? മുഖി. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ചതുർമുഖി മ്യൂട്ട് ചെയ്യോ? മ്യൂട്ടായി തോന്നുന്നല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കാത്? LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു സംഖ്യ. അതായത് രണ്ട് സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും തന്നിട്ടുണ്ട്. ആ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യയും തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് മറ്റേ സംഖ്യ ഏതാന്നാണ്. ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതുപോലെ രണ്ട് സംഖ്യകളുടെ ലസാഗുന്നും രണ്ട് സംഖ്യകളുടെ ഉസാഖയും തന്നിട്ടുണ്ട്. അതിൽ ഒരു സംഖ്യയും തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? സംഖ്യ is equal to ലസാഗു into ഉസാഖ. HCF equal to product of the number. Product of the numbers. അതന്നെ, product of the numbers equal to product of the numbers. തന്നിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലമാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് LCM into HCF equal to x into y എന്ന് കൊടുത്താലും മതി. x into y അങ്ങനെയാണ് കേട്ടാ. അപ്പൊ ഇവിടെ നമുക്ക് LCM തന്നിട്ടുണ്ട് 7700 into HCF തന്നിട്ടുണ്ട് 11 ഈക്വൽ ടു ഒരു സംഖ്യ തന്നിട്ടുണ്ട്. എക്സിന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ സംഖ്യ എന്ന് കൊടുക്കാം. അത് 275 തന്നിട്ടുണ്ട്. ഇൻറ്റു y മാത്രമേ നമുക്ക് തരാത്തതുള്ളൂ. അപ്പൊ y നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഗുണിക്കണം. ഏത്? 7700 11 കൂടി ഗുണിച്ചിട്ട് ആ കിട്ടിയ ആൻസറിനെ 275 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 275. ഓക്കെ. അപ്പൊ y കിട്ടും. അതായത് മറ്റൊരു സംഖ്യ, മിസ്സിംഗ് ആയിട്ടുള്ള സംഖ്യ 11 275 കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് പോകും. 11 25 കറക്റ്റ് ആയിട്ട് എത്ര പ്രാവശ്യം പോകുന്ന അറിയോ? കിട്ടിയിട്ടുണ്ടല്ലോ. ചിലർക്ക് ആൻസർ പറഞ്ഞായിരുന്നല്ലോ. എത്രയാണ് ആൻസർ കിട്ടിയ? 308. 308. ശരിയാണ്, 308. കിട്ടാത്തവരുണ്ടാ? ആരെങ്കിലും ഈ ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആൻസർ 308. ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റിയോ? ഓക്കെ, കഴിഞ്ഞു, കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. 45
അതെ 44 പ്ലസ് 44 1/3. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ജസ്റ്റ് വേഗം ഒന്ന് നോട്ട് ചെയ്യാട്ടാ. 44 1/3 പ്ലസ് 10 1/3 മൈനസ് 8 1/3. എന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദ്യം. 44 1/3 പ്ലസ് 10 1/3 മൈനസ് 8 1/3. 36 1/3. 36. 46 1/3. ഓക്കെ, രണ്ടെണ്ണം പ്ലസ് ചെയ്യാനുള്ളതാ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രാക്ഷൻസ് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എളുപ്പം കൂട്ടാൻ പറ്റുമല്ലോ. 44 10 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 54. 54 1/3 1/3 കൂട്ടിക്കഴിഞ്ഞാൽ 2/3. ഡിനോമിനേറ്റർ കൂട്ടാൻ പാടില്ല കേട്ടാ. ഡിനോമിനേറ്റർ സെയിം ആണ്. ആ സെയിം ഡിനോമിനേറ്റർ ഒരു പ്രാവശ്യം എടുത്ത് എഴുതിയാൽ മതി. അംശങ്ങൾ തമ്മിൽ കൂട്ടാം. 1 1 2 2/3. 54 2/3 8 1/3 കുറയ്ക്കാം. 8 1/3. അവിടെ അതെ നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള രണ്ട് ഭിന്നസംഖ്യ വന്നേക്കണം. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. 54 8 കുറയ്ക്കാം. 54 8 കുറച്ചാൽ 46 ആണ്. 2/3 1/3 കുറച്ചാൽ 1/3 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 46 1/3 ആണ്. 46 1/3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്തത് വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32 45 അടുത്ത എത്രയാ? 50 ആണോ? നിങ്ങൾ എഴുതിയത് എത്ര? 50 ആണോ? 50 50 28 40 എന്നിങ്ങനെയാണ്. എങ്കിൽ അമ്മുവിന് കിട്ടിയ മാർക്കിന്റെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. 77 68 39 40. 39 എല്ലാവർക്കും കിട്ടിയോ? 39. കിട്ടാത്തവരാണെങ്കിലും പറയും. എല്ലാവരും കമന്റിൽ ഇട്ടിട്ടുണ്ട് 39 കിട്ടിയത്. ഇല്ല, കിട്ടിയിട്ടില്ല. ശരാശരി എങ്ങനെയാ കാണാം? ശരാശരി കാണാൻ ഇക്വേഷൻ അറിയോ? ആവറേജ് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ടോട്ടൽ അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. തുക ബൈ എണ്ണം എന്നാണ്. തുക ബൈ എണ്ണം. ആവറേജ് ശരാശരി കാണാൻ ഇക്വേഷൻ അതാണ്. തുക ബൈ എണ്ണം എന്ന് വെച്ചാൽ ഇതെല്ലാം പ്ലസ് ചെയ്യാം. 32 45 50 28 എല്ലാം കൂടി കൂട്ടിയിട്ട് ആ കിട്ടിയ തുകേനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എണ്ണമാണ് തന്നേക്കണേ. 5 വിഷയങ്ങളുടെ മാർക്കുകളാണ് തന്നേക്കണേ. 32 പ്ലസ് 45 പ്ലസ് 50 പ്ലസ് 28 പ്ലസ് 40 എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? ആഡ് ചെയ്തപ്പോ എത്ര കിട്ടിയത്? ആർക്കെങ്കിലും കിട്ടിയോ? 195 ഡിവൈഡഡ് ബൈ 5. 195 എത്ര 5 ഉണ്ടെന്ന് നോക്കാം. അതന്നെ 3 5 15 ബാലൻസ് 4 ഉണ്ട്. 45 39 ആൻസർ. 39 അല്ലേ? ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി. ഇല്ലെന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് 15,625 വർഗ്ഗമൂലം കാണാൻ. 15,625 വർഗ്ഗമൂലം. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 15,625? 125. ഓക്കെ, അത് കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും കിട്ടിയില്ല. ഓക്കെ, എങ്ങനെയാ റൂട്ട് കണ്ടുപിടിക്കണേ? നമ്മൾ 2 രീതിയിൽ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടാ. ഒന്ന് ഇതിങ്ങനെ ഫാക്ടറൈസേഷൻ മെത്തേഡ്. 15,625 നമ്മൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ സാധാരണ മറ്റേ LCM കാണാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇങ്ങനെ എഴുതാം. 5ന്റെ ടേബിളിൽ അറ്റത്ത് കിടക്കുന്ന സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ സംഖ്യകൾ മാത്രം വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. തോന്നിയ സംഖ്യ എന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് 2 3 5 7 11 13 17 എന്നീ പറയുന്ന പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ, ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ഡിവിസിബിൾ ഓൺലി ബൈ ദ നമ്പർ ഇറ്റ്സെൽഫ്, അതിനെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. അതേ സംഖ്യ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ്. എന്നുവെച്ചാൽ മറ്റൊരു സംഖ്യ വെച്ച് അവയെ വിഭജിക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെയുള്ള സംഖ്യയിലാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് വിളിക്കുക. അപ്പൊ പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അറ്റത്ത് അതായത് വൺസ് പ്ലേസിലെ കിടക്കുന്ന സംഖ്യ 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5ന്റെ ടേബിളിൽ നമുക്ക് നോക്കാം. 15 ഒന്നിൽ പോകില്ല, അപ്പൊ 15 മൊത്തത്തിൽ എടുക്കണം. 15 3 പ്രാവശ്യം പോകും. അടുത്ത ഒരു 6 കിടക്കണ്ട, ഈ ഒരു 6 1 പ്രാവശ്യം പോകും. അടുത്തത് 2 ആണ് കിടക്കണേ, 2 പോകോ? 2 പോകോ? ഇല്ല. ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഇഷ്ടം ഉണ്ടായിരുന്നല്ലേ, 5 ഒരു 5 എടുത്തിട്ട് 6 ബാക്കി ഒരു 1 ഉണ്ട്, ആ 1 ഇവിടെ കൊടുക്കണം. 12 നോക്കട്ടെ. 12 എത്ര പ്രാവശ്യം പോകും? 12 5 2 പ്രാവശ്യം പോകും. വീണ്ടും ഒരു ബാലൻസ് 2 ഉണ്ട്. ആ 2 തൊട്ടപ്പുറത്തെ സംഖ്യയുടെ കൂടെ ചേർത്ത് എഴുതണം. കൂട്ടിയല്ല വായിക്കണ്ടേ. 5 2 കൂടി ചേർത്ത് 7 എന്ന് പറയരുത്. 2 പുറത്ത് ഇട്ട് കൊടുക്കുമ്പോ 25 എന്ന് വായിക്കണം നമ്മള്. 25 5 പ്രാവശ്യം പോകും. അപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം ഡിവൈഡ് ചെയ്തപ്പോ 3125 കിട്ടി. അഗൈൻ ആ പ്രോസസ്സ് തുടരാം, കാരണം 5 തന്നെയാണ് വീണ്ടും വൺസ് ഡിജിറ്റിലെ പ്ലേസ് വാല്യൂല് കിടക്കുന്ന സംഖ്യ. 5നെ നമ്മൾ 3 അല്ല എടുക്കേണ്ടത്. 31 എത്ര പ്രാവശ്യം പോകും നോക്കുക. 6 ടൈംസ് പോകും. 6 5 30. ബാലൻസ് ഒരു 1 ഉണ്ട്, ആ 1 2ന്റെ ഇപ്പുറത്ത് കൊടുത്ത് 12 ആയി വായിക്കണം. 2 പ്രാവശ്യമാണ് പോകുക. 2 × 5 10. 10 എടുത്തിട്ട് വീണ്ടും ഒരു 2 ബാക്കി വന്നിട്ട് അത് ഇപ്പുറത്തുള്ള 5ന്റെ കൂടെ കൊടുക്കുക. 25 5 പ്രാവശ്യം പോകും. അഗൈൻ നമുക്ക് 5 തന്നെയാണ് അറ്റത്ത് വന്നേക്കണേ. സോ 5ന്റെ ടേബിൾ കൊണ്ട് തന്നെ വീണ്ടും ചെയ്യണം. 5 6 ഒരു പ്രാവശ്യം പോകും. ബാക്കി ഒരു 1 ഉണ്ട്. 12 2 പ്രാവശ്യം പോകും. ബാക്കി ഒരു എന്താ പറയാ 2 ഉണ്ട്. 2 പുറത്ത് കൊടുത്ത് 25 5 പ്രാവശ്യം പോകും. 125 വന്നേക്കണേ. വീണ്ടും 5 കൊണ്ട് തന്നെ പറ്റാം. 5 ഒന്നിലല്ല നോക്കണ്ടേ, 12 നോക്കണം. 12 5 2 പ്രാവശ്യം പോകും. 2 ബാക്കിയുണ്ട്, അത് പുറത്ത് കൊടുത്ത് 25 5 പ്രാവശ്യം പോകും. 25 വീണ്ടും 5 കൊണ്ടാണ് 5 പ്രാവശ്യം. വീണ്ടും 5 കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കേണ്ടത് റൂട്ടാണ്. റൂട്ട് എങ്ങനെ എടുക്കുക? 2 വീതമുള്ള ഗ്രൂപ്പുകളാക്കി ഒരേപോലത്തെ സംഖ്യകളുള്ള ഗ്രൂപ്പുകളാക്കണം. 2 വീതം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് പുറത്തെടുക്കണം. ഇവിടെ ഇപ്പൊ എത്ര ഗ്രൂപ്പ് ആക്കി ഞാൻ? എത്ര 5ന്റെ ഗ്രൂപ്പ് ആക്കി? 3 ഗ്രൂപ്പ്. 3 5ന്റെ ഗ്രൂപ്പ്. അപ്പൊ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ 5കൾ പുറത്തേക്ക് എടുക്കാം. ഒരേപോലുള്ള സംഖ്യകളെ ഗ്രൂപ്പ് ആക്കാൻ പാടുന്നുണ്ടാ. ഒരു 5ഉം ഒരു 3ഉം ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ എല്ലാം 5 തന്നെയാ വന്നേക്കണം. 5 കൊണ്ടാണ് എല്ലാം ഡിവൈഡ് ചെയ്ത് പോയി. അതുകൊണ്ട് നമ്മൾ 5 മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാം 5 കിട്ടി. 3 സെറ്റ് 5കൾ കിട്ടി. ഓരോ സെറ്റിൽ നിന്നും ഓരോ സംഖ്യകൾ വീതം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും ആ സംഖ്യയുടെ റൂട്ട്. 5 × 5 125. 25 × 5 125. സോ 125 ആണ് 15625ന്റെ റൂട്ട്. കിട്ടിയോ? ചെയ്ത് തീരാത്തവരുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കുക സ്ക്രീനിൽ നിന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ്സ് ആണ്. എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് വേണ്ട സമയം എത്ര? അതാണ് ചോദ്യം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ് ആണ്. അതായത് അവിടെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ആ തന്നിരിക്കുന്ന ട്രെയിനിന്റെ നീളം വെച്ചിട്ട്, ട്രെയിനിന്റെ നീളമാണ് അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആ നീളവും തന്നിരിക്കുന്ന സമയവും വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? അല്ലെ, സ്പീഡ് കണ്ടുപിടിച്ചൂടെ? വേഗത അല്ലേ? എന്താ സ്പീഡ് കാണാൻ ഇക്വേഷൻ എന്താണ്? ദൂരം ബൈ സമയം. ദൂരം ബൈ സമയമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ദൂരം നമുക്ക് തന്നിട്ടുണ്ട് 240 മീറ്റർ നീളമുള്ള ട്രെയിനിന്. അപ്പൊ ആ ട്രെയിനിന്റെ നീളമാണ് ഇവിടെ ദൂരമായിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഡിവൈഡ് ബൈ ടൈം, ടൈമും തന്നിട്ടുണ്ട് 24 സെക്കൻഡ് എടുക്കുന്നു എന്നാണ് പറഞ്ഞേക്കണേ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്ന ദൂരം. ഒരു സെക്കൻഡിൽ 10 മീറ്റർ ദൂരം എന്ത് ചെയ്യുന്നുണ്ട്? ആ ട്രെയിൻ നീങ്ങുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് അതല്ല. അങ്ങനെയാണെങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകണം. ആ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകണം ട്രെയിൻ. എന്ന് വെച്ചാൽ ട്രെയിനിന്റെ ബാക്ക് വശം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകണം. ദാറ്റ് മീൻസ് അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എത്ര എടുക്കണം? 750 + 240. അത് തന്നെ. 750 എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിന്റെ നീളവും പ്ലസ് നമ്മുടെ
എന്താ പറയാ ട്രെയിനിന്റെ അറ്റം, അതായത് ബാക്ക് സൈഡ് മൊത്തം കടന്നു പോകണമല്ലോ. അപ്പൊ അത് ടോട്ടൽ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. അതാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 990 അല്ലെ? 990 ആണ് ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ എത്രയാണ് സ്പീഡ്? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടൈം എന്താ? ദൂരം ബൈ വേഗത. അതെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദൂരം ബൈ വേഗത. ദൂരമാണ് നമ്മളിപ്പോ എഴുതിയത് 990. വേഗത നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചിരുന്നു 10 മീറ്റർ പെർ സെക്കൻഡ്. 0 വെട്ടിപ്പോയി 99. എത്ര എടുക്കും? 99 എന്തുന്നാ? മണിക്കൂറാണാ? 99 സെക്കൻഡ് ആണ്. മീറ്ററിലാണ് തന്നേക്കണം. അതുകൊണ്ട് ഓൾറെഡി അവിടെ തന്നിരിക്കുന്നത് ചെറിയ യൂണിറ്റിലാണ്. അപ്പൊ സെക്കൻഡ്സിൽ തന്നെയാണ് സമയം തന്നേക്കണം. അപ്പൊ അതുകൊണ്ട് 99 സെക്കൻഡ് ആണ് കേട്ടാ. 99 സെക്കൻഡ് എടുക്കും ആ ട്രെയിൻ ആ പ്ലാറ്റ്ഫോം കടന്ന് പോകണമെങ്കിൽ. 99 സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്തത് ഫോട്ടോയിലെ പുരുഷനെ കാണിച്ചുകൊണ്ട്, എഴുതാത്തവർ വേഗം എഴുതിക്കോട്ടെ ക്വസ്റ്റ്യൻ. ഫോട്ടോയിലെ പുരുഷനെ കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തച്ഛന്റെ ഒരേ ഒരു മകനാണ്. എങ്കിൽ ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം. ഫോട്ടോയിലെ പുരുഷനും പറഞ്ഞ സ്ത്രീയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. സ്ത്രീയും തമ്മിലുള്ള ബന്ധം. പുത്രൻ, പുത്രി, സഹോദരൻ, അച്ഛൻ, ബ്രദർ ഓർ ഫാദർ. സഹോദരൻ, ബ്രദർ. കിട്ടാത്തെന്താ? ഒന്ന് പറയണേ. പറയണോ? അതെ. ഇവിടെ പറഞ്ഞത് ഒരു ഫോട്ടോയിലെ പുരുഷനെ കാണിച്ചിട്ട് ഒരു സ്ത്രീയാണ്, ഒരു ലേഡിയാണ്. ലേഡി എന്ത് ചെയ്തു? ഫോട്ടോയില് ഒരു ആളെ കാണിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആളുടെ പേരൊന്നും അറിയില്ല നമുക്കിവിടെ. ആളുടെ കാണിച്ചിട്ട് പറയാണ് തന്റെ അച്ഛന്റെ എന്താന്ന് പറയാ അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. അപ്പൊ എങ്ങനെ വരും? അയാളുടെ സഹോദരന്റെ, കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പറയുന്നതാണ് ഇയാളുടെ സഹോദരന്റെ അച്ഛൻ എന്ന് പറയുന്നത്. കണ്ടല്ലോ, മുത്തശ്ശന്റെ, അതായത് മുകളിലേക്കാണ്, ഒരു ജനറേഷൻ മുകളിലേക്കാണ്. ഇവിടെ നമുക്ക് മുകളിലേക്ക് ഒരാളുടെ മുകളിലുള്ള ആള് എന്ന് വെച്ചാൽ തന്റെ ജനറേഷന്റെ തൊട്ട് മുകളിലുള്ള ജനറേഷൻ ആയിരിക്കുമല്ലോ അച്ഛനും അമ്മയും. അതിന്റെ മുകളിലായിരിക്കും പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഇത് വരിക അല്ലെ. അപ്പൊ തന്റെ അച്ഛന്റെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫാദർ വരണം. ഫാദറും അതുപോലെ തന്നെ അതിന്റെ മുകളിലാണ് ഗ്രാൻഡ് പാരന്റ്സ് വരണ്ടേ അല്ലെ. ഗ്രാൻഡ് പാരന്റ്സ് അതിന്റെ മുകളിലേക്ക് വീണ്ടും വരുമ്പോ ആ ഗ്രാൻഡ് പാരന്റിന്റെ ഫാദർ അച്ഛന്റെ ഒരേ ഒരു മകനാണ് ഈ നിക്കണേന്ന് പറഞ്ഞേക്കണേ ഈ ആളെ പറയുന്നത്. അപ്പൊ തന്റെ അച്ഛൻ അതിന്റെ മുകളിൽ അയാളുടെ ഗ്രാൻഡ് ഫാദറും ഉണ്ട്. ആ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകന്റെ മകനാണെന്നാണ് പറഞ്ഞേക്കണേ ഈ ആളെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പൊ ആളാരായിരിക്കണം? തന്റെ അച്ഛന്റെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോ ആരായിരിക്കും തന്റെ കൂടെയുള്ള കാണിച്ചിരിക്കുന്ന ആള്? ബ്രദർ എന്നല്ലേ വരുള്ളൂ. സഹോദരൻ, മകനാണ് എന്നാണ് പറഞ്ഞേക്കണേ. പെണ്ണാണെങ്കിൽ സഹോദരിയാണെന്ന് നമുക്ക് പറയായിരുന്നു. പെണ്ണല്ല, ആണാണ്. കാരണം എന്താണ് പറഞ്ഞേക്കുന്നത്? എന്റെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് ഈക്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും. ഒരേ ജനറേഷനിലെയാണ്. ചൂണ്ടിക്കാണിച്ച ആളെ പറഞ്ഞിട്ട് പറയാണ് തന്റെ മുത്തച്ഛന്റെ ആ മകന്റെ ഒരേ ഒരു മകനാണ് ഈ കാണിക്കുന്ന ആളെന്നാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് അത് ബ്രദറാണ്. അയാളുടെ ചൂണ്ടിക്കാണിച്ച ആളുടെ ബ്രദറാണ്. ഓക്കെ, ഇത് മുകളിൽ ഒപ്പമുള്ളവരെ കാണിക്കാനായിട്ട് നമ്മൾ നേരെ ഒരു ആരോ മാർക്ക് കൊടുക്കാം. മുകളിൽ അതായത് അച്ഛനെ കാണിക്കാനായിട്ട് ഒരു ആരോ മാർക്ക്, അതിന്റെ മുകളിൽ വരുമ്പോ അവരുടെ മുകളിലാണ് വീണ്ടും ആരോ മാർക്ക് പോകേണ്ടത്. അതായത് ജനറേഷൻ മുകളിലേക്ക് പോകുമ്പോ അപ്വേർഡിലേക്ക് പോകുമ്പോ മുകളിലേക്കുള്ള ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ട് നിങ്ങളത് കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടാ. ബ്രദർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സാഡ്, SAD.
സാഡ് എന്നതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ നമ്പർ കോഡ് പറഞ്ഞിട്ടുണ്ട് 814. അതുപോലെ തന്നെ ക്യാറ്റിനെ കോഡ് ചെയ്യാനായിട്ട് 317. അടുത്തത് ഇയറിനെ കോഡ് ചെയ്യുന്നത് 519. ഇയർ കോഡ് ചെയ്തിരിക്കുന്നത് 519. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഡിയർ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഡിയർ ഇവിടെ തന്നിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 4519. എത്രയാണ്? 4519. 4519 കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓരോ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡിനകത്ത് വന്നിരിക്കുന്നതിൽ ഏതാന്ന് നോക്കുക. ഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ 4ആണ്. ഇനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ തന്നിരിക്കുന്നതിൽ ഇവിടെ ഇ ഉണ്ട്, ഇവിടെ അത് 5നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത എനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 സ്ഥലത്ത് എ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ രണ്ടിടത്തും 1 എന്നാണ് അതിന് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അടുത്ത ആറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 9 ആണ്. 4519. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 സ്ക്വയർ ഇൻറ്റു 2, 3 സ്ക്വയർ ഇൻറ്റു 2 -4 + 14. ഇത് ഉത്തരം കണ്ടുപിടിക്കാനാണ്. 64. 64. 60, 46, 28, 64. 64. 28. ക്യൂബാണോ? ക്യൂബ് ആണല്ലേ? സോറി, ക്യൂബാണ്. 3 ക്യൂബാണ് കേട്ടാ. 3 ക്യൂബ് ഇൻറ്റു 2 -4 + 14. ക്യൂബാണേ. മൂന്നിന്റെ ക്യൂബ് എത്രയാ? 27. 27. 27 ഇൻറ്റു 2 -4 + 14 അല്ലെ? അപ്പൊ 27 ഇൻറ്റു 2 നമുക്കറിയാം 54 ആണ്. 54ഉം +14 ഉണ്ട്. പ്ലസ് ഉള്ളത് രണ്ടും വേറെ കൂട്ടുക, മൈനസ് ഉള്ളത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചാൽ മതി. 4. ഓക്കെ. 54ഉം 14ഉം കൂട്ടിക്കഴിഞ്ഞാൽ 68 ആണ്. 68ൽ നിന്ന് 4 കുറച്ചാൽ 64 ആണ്. 36 ആണോ? എന്താ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്രാന്ന്? അൻപത്. 50 ആണ്. 50. 50 ആണ് ഉത്തരം. ഓക്കെ, 50 കിട്ടിയല്ലോ. എങ്ങനെ 50 കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 500 × 90/100. വാങ്ങിയ വില 500 ആണ്. ഈ 500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ആള് 10% ഡിസ്കൗണ്ടിന് വിറ്റു. 10% ഡിസ്കൗണ്ടിന് വെച്ചാൽ വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന് അതിന് കിട്ടിയേക്കണ കാശ് എന്ന് പറയുന്നത് 90% വില കിട്ടിയിട്ടുള്ളൂ. 10% ഡിസ്കൗണ്ട് അനുവദിച്ചില്ല. ബാക്കി 90% വിലയാണ് കിട്ടിയത്. അപ്പൊ 0 വെട്ടിക്കളയാം. 9 × 5 45. 450 രൂപയാണ് ആ സാധനത്തിന് കിട്ടിയത്. അപ്പൊ 500ൽ നിന്ന് 450 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 50 രൂപയാണ് അയാൾക്ക് വന്ന നഷ്ടം. 50. അടുത്ത ക്വസ്റ്റ്യൻ. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ് എങ്കിൽ സുമയുടെ വയസ്സ് 64 എങ്കിൽ റാണിയുടെ വയസ്സ് എത്ര? അതാണ് ചോദ്യം. എത്ര കിട്ടി? 82, 66, 56, 62. 62. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. അപ്പൊ റാണിയുടെ വയസ്സ് നമുക്ക് അറിയില്ല കേട്ടോ. റാണിയുടെ വയസ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. രവിയുടെ വയസ്സിനെ കുറിച്ചിട്ട് ഒരു എന്താ പറയാ ഒരു കണക്ഷൻ തന്നിട്ടുണ്ട്. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രവിയുടെ വയസ്സ് നമുക്ക് എന്തെടുക്കാം? X+10 അല്ലെ? ഇനി പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ രവിയുടെ വയസ്സിനേക്കാൾ, അതായത് രവിയുടെ വയസ്സ് X+10 ആണല്ലോ.
ഇതിനേക്കാൾ ഒരു 8 കുറവാണ് ആരുടെ വയസ്സ്? സുമയുടെ വയസ്സ്. അപ്പൊ സുമയുടെ വയസ്സ് എന്ന് പറയുന്നത് x+8 അല്ല x+10 നിന്ന് ഒരു 8 കുറയ്ക്കണം. 8 കുറയ്ക്കാന്ന് പറയാൻ ബാക്കി എത്ര ഉള്ളപ്പോ അങ്ങനെയാണെങ്കിൽ x+2 സമം 64 ഒന്ന് തന്നിട്ടുണ്ട്. സുമയുടെ വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട് 64 ആണെന്ന്. അപ്പൊ x+2 സമം 64. therefore x സമം 64ന്റെ അപ്പുറത്തേക്ക് നമുക്ക് +2 കൊണ്ടുവരാം. അപ്പൊ -2 ആകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് കിട്ടും? 62 ആണ് ആൻസർ. അതായത് റാണിയുടെ വയസ്സാ ചോദിച്ചാണ്. എക്സ് ആണ് റാണിയുടെ വയസ്സ് നമ്മൾ എടുത്താണ്. അപ്പൊ എക്സിന്റെ വില തന്നെയാണ് കിട്ടിയിരിക്കുന്നത് 62. അപ്പൊ പിന്നെ വീണ്ടും വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല കാണാനായിട്ട്. അത് തന്നെയാണ് ആൻസർ. ഇനി സുമയുടെ വയസ്സ് ചോദിച്ചാലോ അല്ലെങ്കിൽ സുമയുടെ അല്ല രവിയുടെ വയസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാറ്റി ചിന്തിക്കണം. പക്ഷെ ഇവിടെ റാണിയുടെ വയസ്സാണ് എക്സ് ആണ് നമ്മൾ എടുത്തത്. അത് തന്നെയാണ് കണ്ടുപിടിച്ചത്. അടുത്തത് x³ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 216. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വില എത്ര? x³ ആണ് 216. അപ്പൊ എക്സ് എത്രയാണ്? അതെ, ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. 216ന്റെ ക്യൂബ് റൂട്ട് ആണ് കാണണ്ടേ, വെറും റൂട്ട് അല്ല, ക്യൂബ് റൂട്ട്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റൂട്ട് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ എല്ലാം വരച്ച് പ്രൈം ഫാക്ടറൈസേഷൻ രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ അവിടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ചെയ്തത് എന്താ? 2 വീതമുള്ള ഗ്രൂപ്പുകളാക്കി 2 ആക്കി ഒരേപോലത്തെ സംഖ്യകൾ എടുത്തു. അതിൽ നിന്ന് ഓരോ സെറ്റിൽ നിന്നും ഓരോ സംഖ്യ വീതം എടുക്കുമ്പോൾ കിട്ടുന്നത് ഏതാണോ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് റൂട്ട്. ഇവിടെ ക്യൂബ് റൂട്ട് ആണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ചെയ്യണം. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ഒരേപോലെയുള്ള 3 അക്കങ്ങൾ വീതമുള്ള സംഖ്യകളാണ് എടുക്കേണ്ടത്. 3 എണ്ണം ഒരേപോലത്തെ എടുക്കുന്നത്. എന്ന് വെച്ചാൽ 216നെ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോ 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അറ്റത്തെ സംഖ്യ ഈവൺ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. 108 കിട്ടും. വീണ്ടും 2 കൊണ്ട് തന്നെ 108 അല്ലെ, 8 അല്ല അറ്റത്ത് കിടക്കുന്നത്. അപ്പൊ ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് 54. വീണ്ടും 2 കൊണ്ട് 27 അല്ലെ. ഇനി 2 കൊണ്ട് പറ്റില്ല, 27 ആണ് കിട്ടിയത്. അപ്പൊ ഇനി അടുത്ത സംഖ്യ നമുക്ക് പറ്റുന്നത് പ്രൈം നമ്പർ 3 ആണ്. 3 27 9 പ്രാവശ്യം പോകും. 9 3 പ്രാവശ്യം പോകും. 3 1 പ്രാവശ്യം പോകും. അപ്പൊ നോക്കാം, 3 ഒന്നുകളുണ്ട് അല്ലെ, 3 മൂന്നുകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു 3 എടുക്കാം. ഇൻറ്റു 3 രണ്ടുകളുണ്ട്, 3 രണ്ടുകളുടെ സെറ്റ് ഉണ്ട്, ഒരു 2 എടുക്കാം. 3 × 2 6 ആണ് അതിന്റെ 216ന്റെ ക്യൂബ് റൂട്ട്. 3 എണ്ണം വീതമുള്ള സെറ്റ് ആക്കണം. മറ്റേത് 2 എണ്ണം വീതമുള്ളതാണ്. സ്ക്വയർ റൂട്ട് കാണുമ്പോ 2 എണ്ണം വീതം, ക്യൂബ് റൂട്ട് കാണുമ്പോ 3 എണ്ണം വീതം. ക്ലിയർ ആയോ? കേട്ടില്ല? 216ന് 108 എങ്ങനെ കിട്ടിയത്? 216ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണത് കാണിച്ചല്ലോ. അതെ, ഇങ്ങനെ 2 2 മാത്രം നോക്കുക. 2 2 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം അല്ലേ പോകുള്ളൂ. ഒരു പ്രാവശ്യം എഴുതി. അടുത്ത സംഖ്യ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഇനി 1ലാണ് നമ്മൾ നോക്കട്ടെ. പക്ഷെ 1 നോക്കുമ്പോ കമ്പയർ ചെയ്യുമ്പോ 2 വലുതും 1 ചെറുതുമാണ്. അപ്പൊ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. 2നെ 1 കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 2 കൊണ്ട്. കാരണം 2 വലുതും 1 ചെറുതുമാണ്. വലിയ സംഖ്യ വെച്ചിട്ട് ചെറുതിനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യ കൂടി എടുക്കണം, ചേർത്ത് വായിക്കണം. 16 നോക്കണം. പക്ഷെ 16 നോക്കണമെങ്കിൽ മുമ്പ് വേഗം തന്നെ നമ്മൾ 16 നോക്കിയാണ്. 2 16 8 പ്രാവശ്യം പോകും. വേഗം തന്നെ 8 എടുത്ത് എഴുതി പാടില്ല. ഒരു സംഖ്യ പറ്റാത്തത് കൊണ്ട് അടുത്ത സംഖ്യയെ നമ്മൾ ആശ്രയിച്ചതുകൊണ്ട് ആ പറ്റാത്തതായതുകൊണ്ട് ഒരു 0 അവിടെ ചേർത്തിട്ട് വേണം അടുത്ത സംഖ്യ കൂടി എടുക്കാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി ആ 16 നോക്കുക. 16 8 പ്രാവശ്യം പോകും. അങ്ങനെയാണ് 108 വന്നത്. ഇനി നോക്കുമ്പോ ഇത് 2 1 പോകില്ല. തുടക്കം തന്നെ 0 ഇടേണ്ട ആവശ്യമില്ലല്ലോ. 1 പോകില്ല. നമ്മൾ 0 ചേർത്ത് 10 നോക്കാം. 10 5 പ്രാവശ്യം, 8 4 പ്രാവശ്യം, അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇടയിൽ ചില സംഖ്യകൾക്ക് ഇതുപോലെ 0 ഇടയിൽ ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഗുണിക്കുമ്പോ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 18 നിങ്ങൾ അവിടെ എഴുതിയേക്കണായിരുന്നു വിചാരിക്കാം. 18ന് 2 കൊണ്ട് ഗുണിച്ച് 216 കിട്ടില്ല. 18 × 2 36 വരുള്ളൂ. അപ്പൊ 216ന് കറക്റ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന ആൻസർ താഴെ വരേണ്ടത് 108 ആണ്. ഓക്കെ. അടുത്തത് 27:3 പ്രൊപ്പോർഷനേറ്റ് 1000 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡാഷ് വരാം? 10. എങ്ങനെ വന്നു? 27 3 തമ്മിലുള്ള ബന്ധം എന്താണോ അതേ ബന്ധത്തിലാണ് 1000 മറ്റൊരു സംഖ്യ ആയിട്ടുള്ള ഡാഷിൽ കിടക്കുന്നത്. ഏതായിരിക്കും? 3ന്റെ ക്യൂബ് ആണ് 27. 3ന്റെ ക്യൂബ് ആണ് 27. എന്നിട്ട് 3 എഴുതി. അങ്ങനെയാണെങ്കിൽ
ഏതിന്റെ ക്യൂബാ 1000? പത്തിന്റെ ഇതിന്റെ ക്യൂബ് ആണ് 1000. ദാറ്റ് മീൻസ് 10 എഴുതണം. ഓക്കെ, അപ്പൊ വിട്ടുപോയ സംഖ്യ 10 ആണ്. 10ന്റെ ക്യൂബാണ് 1000. അപ്പൊ 10 എന്ന് പറയുന്ന സംഖ്യ തൊട്ടപ്പുറത്ത് എഴുതണം. 3ന്റെ ക്യൂബാണ് 27. അപ്പൊ 3 എഴുതി. 1000ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാണ് 1000. അതുകൊണ്ട് 10 എഴുതി. കിട്ടിയല്ലോ? നമ്മള് ഇന്ന് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. 17 ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ചേർക്കാൻ. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോംവർക്ക് ആയിട്ട് പെട്ടെന്ന് എഴുതി വെച്ചോ. ഹോംവർക്കിന്റെ ചോദ്യം എഴുതാ. റൂട്ട് 1225 ഈക്വൽ ടു ഡാഷ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 7 × 12 + 9 ഡിവൈഡഡ് ബൈ 3 - 9 ഈക്വൽ ടു ഡാഷ്. ഒന്നുകൂടി 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡാഷ്. 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു വെച്ചേക്കാം. അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് ചെയ്യാലോ അല്ലേ? ചെയ്യാം മിസ്. ഓക്കെ. 15ാമത്തെ ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഏതത്? ആ വയസ്സിന്റെ ഏതാ? ഒരു റാണീന്റെ വയസ്സിന്റെ വാങ്ങിയതിലേടെയാ അതാണ് പറയണേ. റാണിയുടെ അതില്ലേ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ. പറയാം. റാണിയുടെ വയസ്സ് രവിയുടെ വയസ്സ് തമ്മിലുള്ള ബന്ധം അല്ലെ? റാണിയുടെ വയസ്സാണ് ഇവിടെ നമുക്ക് തരാത്തത്. റാണിയുടെ വയസ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. രവിയുടെ വയസ്സ് റാണിയുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. രവിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നറിയാമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്തത് ഇതാണ്. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കണേ രവിയുടെ വയസ്സ്. ഇനി അവിടെ ഒരു സുമ കയറി വന്നിട്ടുണ്ട് അവിടെ അല്ലെ? സുമ വന്നപ്പോ സുമയുടെ വയസ്സും ഇതേപോലെ തന്നെ ബന്ധപ്പെടുത്തി തന്നെയാണ് പറഞ്ഞേ. രവിയുടെ വയസ്സിനോടൊപ്പം രവിയുടെ വയസ്സ് ഇവിടെ X+10 ആണ്. അതിൽ നിന്ന് 8 കുറയുന്നതാണെന്ന്. അപ്പൊ എന്താ -8? ആ 8 കുറയുന്ന സുമയുടെ വയസ്സ് ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 64. അത് 64 സമൂട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? X+10 - 8. 10ഉം 8ഉം തമ്മിൽ കുറച്ച് ചെയ്താലോ? വലുതിയും ചേർത്ത് കുറച്ച് വലുതിന്റെ 10ന്ന് 8 പോയാൽ 2 = 64. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സിനെ അവിടെ തന്നെ നിർത്താം. 64ന്റെ അടുത്തേക്ക് +2 അങ്ങോട്ട് പോകും. അപ്പൊ -2 ആകും. 64ന്ന് 2 കുറച്ചാൽ 62 ആണ് ഉത്തരം. ഓക്കെ, ശരി. ശരിയായോ? ഓക്കെ. അപ്പൊ കിട്ടിയില്ലേ എല്ലാവർക്കും? ഇന്നത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമൊക്കെ കിട്ടിയല്ലോ അല്ലെ? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട്, അതായത് ഇന്നലെ ഇപ്പൊ ഇട്ടു, അത് കണ്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് നോക്കാട്ടോ. ക്വസ്റ്റ്യൻസ് ഇട്ടേക്കണത് എവിടെയാണെന്നും അത് കിട്ടാണ്ടാവുമ്പോ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ചിലപ്പോ ചില എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടായിരിക്കാം ചിലപ്പോ കിട്ടാഞ്ഞ്. അല്ലാതെ പ്രശ്നമില്ല, എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മളുടെ മാത്രം എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ടായിരിക്കും ചിലപ്പോ കിട്ടാത്തത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാട്ടെ. അന്നൊരു ക്വസ്റ്റ്യൻ നോക്കി എഴുതി. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ എന്താന്ന് നമ്മൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിന്റെ ആൻസർ കൊടുത്തു കഴിയുമ്പോഴേ ഒരുപാട് സമയം പോകുമല്ലോ. അത് ഇല്ലാതിരിക്കാനാ നമ്മളിപ്പോ. അപ്പൊ നമ്മൾ ചിലപ്പോ ക്വസ്റ്റ്യൻ തന്നു എഴുതി വരുമ്പോ ചിലപ്പോ ഒരു 10 ക്വസ്റ്റ്യനേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മള് ക്വസ്റ്റ്യൻസ് നേരത്തെ തരികയാണെങ്കിലേ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ചിലപ്പോ ഒരു 10-20 അതിന്റെ ഇരട്ടി കണക്ക് നമുക്ക് ഇവിടെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരം സമയം ലാഭിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും, നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ആരെങ്കിലും ആയിട്ട് ബന്ധം ഉണ്ടാവില്ല, അവരോടൊന്ന് ചോദിക്കാം ക്വസ്റ്റ്യൻ വന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് കയറാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ. Thank you, ma'am. Thank you, miss. Okay.